2010 ഫെബ്രുവരി മാസം 2-ാം തീയതി ആന്ധ്രയിലെ വിജയവാഡ. സമയം രാവിലെ 8:30 ആകാറായി. സ്കൂളിലും കോളേജിലും പോകുന്ന വിദ്യാർത്ഥികൾ ബസ്സിലും ഓട്ടോയിലും, ഓഫീസിലേക്ക് പോകുന്നവർ കാറിലും ബൈക്കിലുമായി പോകുന്നു. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന ചരക്ക് വാഹനങ്ങൾ. ഇങ്ങനെ വിജയവാഡയിലെ ഒരു തെരുവ് വളരെ തിരക്കിലായിരുന്നു. ഇപ്പോൾ അതേ റോഡിൽ ഒരു ആഡംബര കാറിന്റെ പിൻസീറ്റിൽ സ്കൂൾ യൂണിഫോം ധരിച്ച് 4-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നാഗവൈഷ്ണവി ഇരിക്കുകയാണ്. അവൾ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. അവളുടെ 17 വയസ്സുള്ള സായ് തേജ എന്ന സഹോദരനും തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അവൻ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഈ ആഡംബരക്കാരെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്പന്നരായ കുട്ടികളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ 35 വയസ്സുള്ള ഈ കാർ ഡ്രൈവറായ ലക്ഷ്മണൻ റാവു പതിവ് പോലെ ശ്രദ്ധാപൂർവം കാർ ഓടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് നേരെ ഒരു കാർ വന്ന് നിന്നു. അവരെ ഇടിക്കുന്നത് പോലെ കാറിന്റെ മുൻപിൽ തന്നെ വന്ന് നിന്നു. ഇത് കണ്ട് ലക്ഷ്മണൻ ഞെട്ടിപ്പോയി. ബ്രേക്ക് ഇട്ട് ഉടൻ തന്നെ വിൻഡോ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു, "നീ എന്തിനാണ് വണ്ടി ഇങ്ങനെ ഓടിക്കുന്നത്? നിനക്ക് വിവരമില്ല?" എന്ന് ചോദിച്ച് ശകാരിച്ചു. ഇത് കേട്ടപ്പോൾ ആ കാറിലുണ്ടായിരുന്ന 45 വയസ്സുള്ളയാൾ മുഖത്ത് ഒരു കർച്ചീഫ് കെട്ടി കാറിൽ നിന്നും ഇറങ്ങി. അവനോടൊപ്പം 45ഉം 30ഉം വയസ്സ് തോന്നിക്കുന്ന 2 പേർ കൂടെ ഉണ്ടായിരുന്നു. അവർ ഇറങ്ങിയപ്പോഴും മുഖത്ത് ഒരു കർച്ചീഫ് കൊണ്ട് കെട്ടി. കൂടാതെ അവരുടെ കയ്യിൽ കത്തിയും വലിയ തടികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 3 പേരും വന്ന് വൈഷ്ണവി ഉണ്ടായിരുന്ന കാറിന്റെ പുറകുവശത്തുള്ള വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട വൈഷ്ണവിയും സഹോദരനും നിലവിളിക്കാൻ തുടങ്ങി. ഉടനെ ലക്ഷ്മണൻ കാറിൽ നിന്നും ഇറങ്ങി, "എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്?" എന്ന് ചോദിച്ചു. എന്നിട്ട് അവരെ തടയാൻ ശ്രമിച്ചു. പക്ഷേ ആ 3വരും ലക്ഷ്മണനെ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ വൈഷ്ണവിയെ കാറിൽ നിന്നും വലിച്ചിഴച്ച് അവരുടെ കാറിനടുത്തേക്ക് കൊണ്ടുപോയി. ഇത് കണ്ട കാർ ഡ്രൈവറായ ലക്ഷ്മണൻ വീണ്ടും അവരെ തടയാൻ ശ്രമിച്ചു. പക്ഷേ അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് അവർ ഡ്രൈവറുടെ കഴുത്തിലും വയറ്റിലും മാറി മാറി കുത്താൻ തുടങ്ങി. ലക്ഷ്മണൻ താഴെ വീണ് വേദന കൊണ്ട് പുളയാൻ തുടങ്ങി. ഇപ്പോൾ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന വൈഷ്ണവിയെ എടുത്ത് അവർ വന്ന കാർ ഡിക്കിയിലിടുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു തുണിയെടുത്ത് അവളുടെ വായ കെട്ടി. കൂടാതെ അവളുടെ 2 കൈകളും കാലുകളും കയറുകൊണ്ട് കെട്ടി. ഇപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു തിരക്കേറിയ ഹൈവേയിലായിരുന്നു. അവിടെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്നുള്ളത് അറിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ല എന്ന രീതിയിൽ കടന്നു പോകുന്ന ഒരുപാട് ആളുകൾ, 80-ലധികം ആളുകൾ ചുറ്റും കൂടി നിൽക്കുകയാണ്. വൈഷ്ണവിയെ തട്ടിക്കൊണ്ടുപോയ 3 പേരും വളരെ പതുക്കെ ആ കാറിൽ കയറി രക്ഷപ്പെട്ടു. ആരാണ് ഈ വൈഷ്ണവി? എന്തിനാണ് അവളെ തട്ടിക്കൊണ്ടുപോയത്? ഇതിനുശേഷം എന്താണ് സംഭവിച്ചത്? 2010-ൽ ആന്ധ്രയെ മുഴുവനും ഞെട്ടിച്ച വളരെ ക്രൂരമായൊരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഇങ്ങനെ ചുറ്റും കാഴ്ചക്കാരായി നിന്നിരുന്നവരിൽ ചിലർ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് കുറച്ചു സമയത്തിനുള്ളിൽ സ്ഥലത്തെത്തി. ഉടൻ തന്നെ ഡ്രൈവറെയും വൈഷ്ണവിയുടെ സഹോദരനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വൈഷ്ണവിയുടെ സഹോദരന് ചെറിയ മുറിവുകളെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ രക്ഷപ്പെട്ടു. നിർഭാഗ്യവശാൽ ഡ്രൈവർ ലക്ഷ്മണൻ മരിച്ചതായി ഡോക്ടർ സ്ഥിരീകരിച്ചു. ഒരു വശത്ത് ലക്ഷ്മണന്റെ മാതാപിതാക്കളും ഭാര്യയും കരയുമ്പോൾ മറുവശത്ത് വൈഷ്ണവിയുടെ അച്ഛനായ പ്രഭാകർ റാവുവും അമ്മയായ നർമ്മദയും എങ്ങനെയെങ്കിലും മകളെ കണ്ടെത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസിന്റെ കൈ പിടിച്ച് അവർ കരയാൻ തുടങ്ങി. അവരെ ആശ്വസിപ്പിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു. പക്ഷേ സംഭവം നടന്ന സ്ഥലത്ത് ചുറ്റുമുണ്ടായിരുന്ന ചില ജനങ്ങളോട് ചോദിച്ചപ്പോൾ ഈ വന്നവർ മുഖംമൂടി ധരിച്ചിരുന്നത് കൊണ്ട് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് ജനങ്ങൾ പറഞ്ഞത്. എന്തിന്? കാറിന്റെ നമ്പർ പ്ലേറ്റ് പോലും ആരും ശ്രദ്ധിച്ചതേയില്ല. പക്ഷെ പോലീസ് ആ കാറിന്റെ നിറത്തെക്കുറിച്ചും ആ കാർ ഏത് വഴിയാണ് പോയത് എന്നുള്ളതും വെച്ച് ആ വഴിയിലുണ്ടായിരുന്ന വീടുകളും കടകളും എല്ലാം അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ അവർക്ക് അതിൽ നിന്നും യാതൊരു സൂചനയും ലഭിച്ചില്ല. ഇപ്പോൾ അടുത്ത ഘട്ടമായി വൈഷ്ണവിയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തിനടുത്തുള്ള മൊബൈൽ ഫോൺ സിഗ്നൽസ് പരിശോധിക്കാൻ തുടങ്ങി. മാത്രമല്ല, അതേസമയം നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ബിസിനസ്സിൽ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? കുടുംബത്തിൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടോ? ആരെങ്കിലും സംശയമാണോ എന്നുള്ള രീതിയിൽ വൈഷ്ണവിയുടെ മാതാപിതാക്കളോടും പോലീസ് ചോദിച്ചു. ഇതിന് വൈഷ്ണവിയുടെ അച്ഛൻ പ്രഭാകർ പറഞ്ഞത്, "എൻ്റെ ആദ്യ ഭാര്യയിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇതിനകം ചില സ്വത്ത് പ്രശ്നങ്ങളുണ്ട്.
കൂടാതെ റിയൽ എസ്റ്റേറ്റിൽ ചില ആളുകളുമായും എനിക്ക് പ്രശ്നമുണ്ട്. ഇത് കേട്ടപ്പോൾ പോലീസ് പ്രഭാകരന്റെ ആദ്യ ഭാര്യയായ വെങ്കടഭാമയെ വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞത്, അതെ, ഞങ്ങൾക്കിടയിൽ ചില സ്വത്തിന്റെ പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഞാൻ എന്റെ സ്വത്ത് അയാളോട് ചോദിച്ചിരുന്നു. പക്ഷേ ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുകയോ അത്രത്തോളം ഒന്നും ഞാൻ പോവുകയില്ല. അത്രയും ക്രൂരയായ ഒരു സ്ത്രീയൊന്നുമല്ല ഞാൻ. മാത്രമല്ല, ദയവായി എന്നെ സംശയിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത്. കാരണം പ്രഭാകരന്റെ ബിസിനസ്സിൽ വെറുക്കുന്ന ധാരാളം ആളുകൾ അയാൾക്കുണ്ട്. അതിനാൽ അവരെ അന്വേഷിച്ച് ആദ്യം വൈഷ്ണവിയെ കണ്ടെത്തുക. ഇങ്ങനെയായിരുന്നു അവർ മറുപടി പറഞ്ഞത്. അതിനാൽ പോലീസ് പ്രഭാകരന്റെ എല്ലാ ശത്രുക്കളെയും കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ ഈ സംഭവം നടന്ന ദിവസം എല്ലാവരും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു എന്നുള്ള വിവരമായിരുന്നു ലഭിച്ചത്. എങ്കിലും കൂലിപ്പടയെ വെച്ച് അവരിത് ചെയ്തിരിക്കാൻ ഒരു സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ കോൾ ഹിസ്റ്ററി എല്ലാം എടുത്തു. അവരിൽ ആരെങ്കിലും അന്നത്തെ ദിവസം ക്രൈം സീനിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് ഫോൺ സിഗ്നൽ ഉപയോഗിച്ച് പരിശോധിക്കാൻ തുടങ്ങി. പക്ഷേ അവരാരും ആ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അതും സ്ഥിരീകരിച്ചു. എന്നാൽ ഇവിടെയാണ് പോലീസിന് ഒരു പ്രധാനപ്പെട്ട സംശയം വന്നത്. അതായത് വൈഷ്ണവിയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. പക്ഷേ ഇതുവരെയും കിഡ്നാപ്പ് ചെയ്തവർ വൈഷ്ണവിയുടെ പിതാവിനോ മാതാവിനോ ഫോൺ കോൾ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ പണത്തിന് വേണ്ടിയാണ് തട്ടിക്കൊണ്ടുപോയതെങ്കിൽ തീർച്ചയായും വിളിക്കേണ്ടതാണ്. എന്നാൽ എന്തുകൊണ്ട് ഇതുവരെയും വിളിച്ചില്ല? ഈ ഒരു സംശയമായിരുന്നു പോലീസിന് വന്നത്. അതേസമയം തന്നെ പോലീസിന് പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവും ലഭിച്ചു. സംശയിക്കപ്പെടുന്നവരുടെ പട്ടികയിൽ ഇതിനകം ഉണ്ടായിരുന്ന വ്യക്തിയുടെ ഫോൺ സിഗ്നൽ വൈഷ്ണവിയെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു സമയത്ത് ആ ഏരിയയിൽ കാണിച്ചു. അത് മറ്റാരുമല്ല, പ്രഭാകരന്റെ ആദ്യ ഭാര്യയായ വെങ്കടഭാമയുടെ സഹോദരൻ ശ്രീനിവാസിയാണ്. ഇതേക്കുറിച്ച് ശ്രീനിവാസിനോട് ചോദിച്ചപ്പോൾ വൈഷ്ണവിയെ തട്ടിക്കൊണ്ടുപോയ അന്നത്തെ ദിവസം താൻ തന്റെ ഫാക്ടറിയിലായിരുന്നുവെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത്. അതിനാൽ പോലീസ് ഉടൻ തന്നെ ശ്രീനിവാസിന്റെ ഫാക്ടറിയിലേക്ക് പോകുന്നു. അത് ഒരു പഴയ ഇരുമ്പ് ഉരുക്കുന്ന ഫാക്ടറി ആയിരുന്നു. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ആ പ്രത്യേക ദിവസം ആ സമയത്ത് താൻ ഫാക്ടറിയിൽ തന്നെ ആയിരുന്നുവെന്ന് അയാൾ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. അങ്ങനെ പോലീസ് ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഏകദേശം 30 പേരെയോളം ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ പ്രത്യേക ദിവസം ആ ഒരു പ്രത്യേക സമയത്ത് ശ്രീനിവാസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ എന്ന് കൺഫേം ചെയ്യാൻ തുടങ്ങി. അവരും അതെ, അന്നത്തെ ദിവസം അയാൾ എപ്പോഴത്തെയും പോലെ ഈ ഫാക്ടറിയിൽ തന്നെ ആയിരുന്നു. എന്നാൽ അതോടൊപ്പം മറ്റൊരു കാര്യവും അവർ പറഞ്ഞു. അയാൾ ഫാക്ടറിയിൽ വന്ന് ഒരു അരമണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് അവധി നൽകി വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ഇവിടെയായിരുന്നു പോലീസിന് ഒരു സംശയം തോന്നിയത്. കാരണം ശ്രീനിവാസിന്റെ മൊബൈൽ സിഗ്നൽ ഇതിനകം തന്നെ ക്രൈം സീനിൽ ഉണ്ടായിരുന്നു. സിഗ്നൽ അവന്റെ ഫാക്ടറിയിലേക്ക് സഞ്ചരിച്ചതായും പോലീസ് സ്ഥിരീകരിച്ചു. ഇതോടെ ശ്രീനിവാസ് തന്നെയായിരിക്കണം വൈഷ്ണവിയെ തട്ടിക്കൊണ്ടുപോയിരിക്കാൻ സാധ്യതയെന്ന് പോലീസ് ചിന്തിച്ചു. മാത്രമല്ല, ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോയി ഈ ഫാക്ടറിയിൽ കൊണ്ടുവന്നിരിക്കാൻ സാധ്യതയുണ്ടെന്നും സംശയിച്ചു. അങ്ങനെ പോലീസ് ആ ഫാക്ടറിയിലുടനീളം തിരയാൻ തുടങ്ങി. അപ്പോഴാണ് പോലീസിന് അവർ ചിന്തിച്ചത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരു പ്രധാനപ്പെട്ട തെളിവ് ലഭിച്ചു. ആ തെളിവ് ലഭിച്ച അടുത്ത നിമിഷം തന്നെ അവനെ അറസ്റ്റ് ചെയ്ത് അവരുടേതായ ശൈലിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തുവെന്ന് പിന്നീട് അവൻ സമ്മതിക്കാനും തുടങ്ങി. വെങ്കടഭാമയ്ക്കും പ്രഭാകരനും വിവാഹം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 5 വർഷത്തിനുള്ളിൽ അവൾ 5 തവണ ഗർഭിണിയായി. പക്ഷെ 5 വട്ടവും ഗർഭമലസി. ഇപ്പോ ഇതിൽ വല്ലാത്ത ദേഷ്യം വന്ന പ്രഭാകർ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോലും നിനക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് നർമ്മദ എന്ന മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. എന്നാൽ അതേ സമയം വെങ്കടഭാമ വീണ്ടും ഗർഭിണിയായിരുന്നു. ഇക്കാര്യം പ്രഭാകരന് അറിയാമായിരുന്നു. പക്ഷെ അത് പരിഗണിക്കാതെ അയാൾ നർമ്മദയോടൊപ്പം തന്നെ താമസിക്കാനും തുടങ്ങി. എന്നാൽ അയാളുമായി ഒരുമിച്ച് താമസിച്ചപ്പോൾ കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്ത വെങ്കടഭാമയ്ക്ക് ഇത്തവണ ഒരു സുന്ദരനായ ആൺകുഞ്ഞ് ജനിച്ചു. അതേസമയം നർമ്മദയ്ക്കും ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അടുത്ത 2 വർഷത്തിനുള്ളിൽ നർമ്മദയ്ക്ക് വീണ്ടും ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ഇക്കാരണത്താൽ പ്രഭാകർ അടുത്ത് തനിക്കൊരു പെൺകുഞ്ഞ് വേണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അടുത്ത 7 വർഷത്തിന് ശേഷം വൈഷ്ണവി ജനിച്ചു. മാത്രമല്ല, റിയൽ എസ്റ്റേറ്റിൽ നിന്നും ചെറിയ ലാഭം മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന അയാൾക്ക് വൈഷ്ണവിയുടെ ജനനശേഷം കോടിക്കണക്കിന് ലാഭം വരാൻ തുടങ്ങി. അതുപയോഗിച്ച് സ്വന്തമായി ഭൂമി വാങ്ങി, വീട് പണിയുക, കാറുകൾ, ആഭരണങ്ങൾ, ഇങ്ങനെ അവരുടെ സ്റ്റാറ്റസ് തന്നെ വളരാൻ തുടങ്ങി. ഇതിനാൽ തൻ്റെ മകളാണ് തനിക്ക് ഭാഗ്യം എന്ന് വിശ്വസിച്ച പ്രഭാകർ
അവൾക്ക് വില കൂടിയ വസ്ത്രം, കളിപ്പാട്ടം, ആഭരണങ്ങൾ, ഇങ്ങനെ വൈഷ്ണവി എന്ത് വാങ്ങിച്ചോദിച്ചാലും അതിൽ 2 മടങ്ങായി തന്നെ അയാൾ വാങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നു. കൂടാതെ വൈഷ്ണവിയുടെ ഓരോ പിറന്നാളും അവർ ആഘോഷമാക്കി. അവരുടെ 2 മകനെയും വൈഷ്ണവിയെയും ഒരു വലിയ സ്കൂളിൽ അഴിച്ച് പഠിപ്പിച്ചു. ഇവയ്ക്കെല്ലാം അപ്പുറം വൈഷ്ണവി സ്കൂളിൽ കൊണ്ടുപോകാനും വരാനും ഒരു ആഡംബര കാർ വാങ്ങി. അതിന് പ്രത്യേകം ഒരു ഡ്രൈവറെ നിയമിച്ചു. ഇങ്ങനെ വൈഷ്ണവി ഒരു രാജകുമാരിയെ പോലെ ജീവിക്കുന്നത് കണ്ട ശ്രീനിവാസിന് തന്റെ സഹോദരിയായ വെങ്കടഭാമയുടെ മകനും ഇങ്ങനെ തന്നെയല്ലേ ജീവിക്കേണ്ടത് എന്ന ചിന്ത വരാൻ തുടങ്ങി. അങ്ങനെ പ്രഭാകരന്റെ ഈ ഒരു പുതിയ കുടുംബത്തോട് അയാൾക്ക് വെറുപ്പും അസൂയയും ഉണ്ടാകാൻ തുടങ്ങി. പ്രഭാകരന്റെ സ്വത്തിൽ നിന്നും തന്റെ സഹോദരിക്ക് ഒരു പ്രത്യേക പങ്ക് ലഭിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അതേസമയം വെങ്കടഭാമയ്ക്കും ഈ ശ്രീനിവാസിനും ഒരേ മനസ്സായതുകൊണ്ട് തന്നെ, അതായത് അവർ ചിന്തിക്കുന്നത് ഇതേ രീതിയിലായതുകൊണ്ട് പ്രഭാകരനെ പല സമയം കണ്ടുമുട്ടി ഇതേക്കുറിച്ചൊക്കെ സംസാരിച്ചു. 1 കോടി വിലമതിക്കുന്ന സ്വത്ത് തന്റെ സഹോദരിയുടെ പേരിൽ എഴുതി നൽകണമെന്ന് ശ്രീനിവാസി ആവശ്യപ്പെട്ടു. പക്ഷെ പ്രഭാകർ അതിന് സമ്മതിച്ചില്ല. കോടതിയിൽ ചെന്ന് തനിക്ക് അർഹതപ്പെട്ടത് താൻ നേടിയെടുക്കുമെന്ന് വെങ്കടഭാമയും പറഞ്ഞു. അപ്പോഴാണ് ശ്രീനിവാസിന്റെ ബന്ധുക്കളായ ജഗദീഷും വെങ്കട് എന്ന 2 പേർ കോടതിയിൽ പോയാൽ അവിടെ ഒരു ഫലം അറിയാൻ തന്നെ പല വർഷമെടുക്കും, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് പ്രഭാകരനെ ഭീഷണിപ്പെടുത്തി പണം ചോദിക്കാം എന്ന ഒരു ആശയം പറഞ്ഞു കൊടുത്തു. എന്നാൽ വെറുതെ ഭീഷണിപ്പെടുത്തിയാലൊന്നും അയാൾ പണം തരില്ല. അതിന് മറ്റൊരു വഴിയുണ്ട്. അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ വൈഷ്ണവി, അവളെ കിഡ്നാപ്പ് ചെയ്യാം. കൂടാതെ വെങ്കടഭാമ ഇതറിഞ്ഞാൽ തീർച്ചയായും അവൾ സമ്മതിക്കില്ല. അതുകൊണ്ട് അവൾ ഇക്കാര്യം അറിയണ്ട. അങ്ങനെ ശ്രീനിവാസ് പറഞ്ഞ് ഈ 3 പേരും വൈഷ്ണവിയെ തട്ടിക്കൊണ്ടുപോകാനായി പദ്ധതി ഇടാൻ തുടങ്ങി. അപ്പോഴാണ് രാവിലെ സ്കൂളിൽ പോകാനായി വൈഷ്ണവി ഒറ്റയ്ക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ ആ സമയത്ത് അവളെ കിഡ്നാപ്പ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. അതുപോലെ ഞാൻ ആമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ വൈഷ്ണവി കിഡ്നാപ്പ് ചെയ്ത് നേരെ ശ്രീനിവാസിന്റെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവളെ ഒളിപ്പിക്കാൻ പദ്ധതിയിട്ടു. അതിനാൽ അവിടെ ജോലി ചെയ്ത തൊഴിലാളികൾക്കെല്ലാം ലീവ് കൊടുക്കുകയും എന്നിട്ട് വൈഷ്ണവിയെ അകത്തേക്ക് എടുത്തുകൊണ്ടുവരാനായി അവരവരുടെ കാറിന്റെ ഡിക്കി തുറന്നു. പക്ഷെ കാർ ഡിക്കി തുറന്നപ്പോൾ വൈഷ്ണവി ശ്വാസമില്ലാതെ കിടക്കുകയായിരുന്നു. ഇത് കണ്ട് അവർ ഞെട്ടിപ്പോയി. അവളുടെ മുഖത്ത് തുണി നീക്കം ചെയ്ത് കവിളത്ത് തട്ടി മുഖത്ത് വെള്ളമൊഴിച്ചു. പക്ഷെ വൈഷ്ണവിയിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അപ്പോഴാണ് അവൾക്ക് ജീവനുണ്ടോ എന്ന് പരിശോധിക്കാൻ വൈഷ്ണവിയുടെ ഹൃദയത്തിൽ കാതുവെച്ച് ഹൃദയമിടിപ്പ് നോക്കാൻ തുടങ്ങി. അവളുടെ കൈ പിടിച്ചു നോക്കി. എന്നാൽ അവളുടെ ശരീരത്തിൽ ജീവന്റെ യാതൊരു തുടിപ്പുമില്ലായിരുന്നു. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. വൈഷ്ണവിയെ തട്ടിക്കൊണ്ടുപോയി കാർ ഡിക്കിയിലിടുമ്പോൾ വായ തുണി കൊണ്ട് കെട്ടിയിരുന്നു. അതേസമയം മൂക്കും അവർ കെട്ടിയിരുന്നു. ഇപ്പോൾ വൈഷ്ണവി ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ളത് മനസ്സിലാക്കി അവർ ഭയപ്പെടാൻ തുടങ്ങി. അടുത്ത് എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചു. പോലീസ് കണ്ടെത്തുന്നതിന് മുൻപ് അവളുടെ ഡെഡ് ബോഡി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫാക്ടറിയിൽ സ്റ്റീൽ ഉരുക്കുന്ന ഒരു സ്റ്റവിൽ അവളുടെ ശരീരം എരിച്ച് ചാമ്പലാക്കി. പോലീസ് ആ ഫാക്ടറിയിൽ തിരച്ചിൽ നടത്തിയപ്പോൾ ഒരു പ്രധാനപ്പെട്ട തെളിവ് ലഭിച്ചു എന്ന് ഞാൻ ഇതിനകം പറഞ്ഞല്ലോ. അത് ചാരത്തിനിടയിൽ കണ്ടെത്തിയ ഒരു വജ്ര കമ്മലായിരുന്നു. അത് വൈഷ്ണവിയുടേതായിരുന്നു. ഇങ്ങനെ ശ്രീനിവാസന്റെ കുറ്റസമ്മതം കേട്ട മാതാപിതാക്കൾ ഒന്നടങ്കം തകർന്നുപോയി. തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ചാരമായി എന്ന വേദനയിൽ അടുത്ത നിമിഷം തന്നെ പ്രഭാകർ ഹൃദയാഘാതം വന്ന് മരിച്ചു. തന്റെ മകളെയും നഷ്ടപ്പെടുത്തി ഭർത്താവും നഷ്ടമായ സങ്കടത്തിൽ വൈഷ്ണവിയുടെ അമ്മ അടുത്ത 2 വർഷത്തിനു ശേഷം ഹൃദയാഘാതത്തിൽ മരിച്ചു. അതിനുശേഷം വൈഷ്ണവിയുടെ 2 സഹോദരന്മാരും ബന്ധുക്കളും കോടതിയിൽ കേസ് നടത്തി. ഒടുവിൽ 2018 ജൂണിൽ കോടതി 3 പേർക്കും ജീവപര്യന്തം തടവ് വിധിച്ചു. ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രഭാകർ വെങ്കടഭാമയ്ക്ക് ആദ്യമേ തന്നെ തന്റെ സ്വത്തിൽ ഒരു പങ്ക് നൽകിയിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അനന്തരഫലങ്ങൾ ഒഴിവാക്കാമായിരുന്നു. കാരണം ധാരാളം സമ്പാദിച്ച പ്രഭാകരന് ഈ 1 കോടി വീണ്ടും സമ്പാദിക്കേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു പ്രശ്നമേ അല്ല. കൂടാതെ നൽകുന്നത് മറ്റാർക്കുമല്ല, വെങ്കടഭാമയുടെ മകനാണ്. അത് പ്രഭാകരന്റെ രക്തം തന്നെയല്ലേ. അയാളുടെ സ്വന്തം മകന് സ്വത്ത് എഴുതി കൊടുത്തു എന്നുള്ള ഒരു തൃപ്തി അയാൾക്കുണ്ടാകുമായിരുന്നു. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ, കൊലപാതകം ചെയ്തവനെ വിട്ടിട്ട് ഇരയെ കുറ്റപ്പെടുത്തുകയാണോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷേ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു പക്ഷേ പ്രഭാകർ തൻ്റെ മകനാണ് എന്ന് ചിന്തിച്ച് സ്വത്തിൻ്റെ ഒരു ഭാഗം എഴുതി കൊടുത്തിരുന്നെങ്കിൽ ശ്രീനിവാസ് ഇങ്ങനെയുള്ള പദ്ധതികളൊന്നും ചെയ്യുമായിരുന്നില്ല. വൈഷ്ണവിയെ രക്ഷിക്കാൻ യാതൊരു ബന്ധവുമില്ലാതെ ഡ്രൈവർ മരിച്ചിരിക്കേണ്ട ഒരു ആവശ്യം വരില്ലായിരുന്നു. വൈഷ്ണവിയും അന്ന് സന്തോഷത്തോടു കൂടി സ്കൂളിൽ പോയി വരുമായിരുന്നു. വൈഷ്ണവിയുടെ മരണശേഷം പ്രഭാകർ മരിക്കില്ലായിരുന്നു. തൻ്റെ മകളും ഭർത്താവും നഷ്ടപ്പെട്ട വേദനയിൽ നർമ്മദയും മരിച്ചിരിക്കില്ലായിരുന്നു. അപ്പോൾ ഒരു ചെറിയ കാര്യം,
അത് കാരണം എത്ര വലിയ അനന്തരഫലങ്ങളാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ശ്രീനിവാസിന്റെ കാര്യവും. പ്രഭാകർ സ്വത്ത് നൽകിയില്ലെങ്കിൽ കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാമായിരുന്നു, ആ ഒരു രീതിയിൽ പോകാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ചിന്ത ഉപേക്ഷിച്ചിട്ട് സഹോദരിയുടെ മകന് നല്ലത് ചെയ്യണം എന്ന് ചിന്തിച്ച് അയാൾ മണ്ടത്തരമായിരുന്നു ചെയ്തത്. അങ്ങനെ ഇപ്പോൾ അയാൾ ജയിലിലുമായി. ഇതുകൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വൈഷ്ണവിയെ കിഡ്നാപ്പ് ചെയ്തപ്പോൾ ആ തെരുവിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരാൾ പോലും വൈഷ്ണവിയെ സഹായിക്കാൻ മുന്നിലേക്ക് വന്നില്ല. ഇത് ശ്രദ്ധിക്കണം. എത്ര തന്നെ അവരുടെ കൈവശം കത്തിയും കമ്പുകളും ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെയുള്ളവരിൽ ഒരു 10 പേർ കൂടി വന്നാൽ പോലും വൈഷ്ണവിയെ അവരിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അവർ ചെയ്തില്ല. ആർക്ക് എന്ത് സംഭവിച്ചാൽ എന്താണ്, തങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന സ്വാർത്ഥതയാണ് ഇത് കാണിക്കുന്നത്. അതെ, എല്ലാവർക്കും അവരുടെ ജീവൻ പ്രധാനം തന്നെയാണ്. പക്ഷെ സമാനമായ സംഭവം നമുക്ക് സംഭവിക്കുമ്പോൾ, ആരും സഹായിക്കാൻ മുന്നോട്ട് വരാതിരിക്കുമ്പോൾ, അപ്പോൾ മാത്രമേ അതിൻ്റെ വേദന നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ കേസിൽ നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരേയൊരു വ്യക്തി അത് ആ കാർ ഡ്രൈവറായ ലക്ഷ്മണായിരുന്നു. കാരണം കാർ ഓടിക്കുക മാത്രമല്ല തൻ്റെ ഉത്തരവാദിത്വം എന്ന് ചിന്തിക്കാതെ കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് താൻ മാത്രമാണ് ഉത്തരവാദി എന്ന ചിന്ത, യാതൊരു സ്വാർത്ഥതയുമില്ലാതെ അവിടെ അവരുമായി പോരാടി അദ്ദേഹം തൻ്റെ ജീവൻ തന്നെ ത്യജിച്ചു. അദ്ദേഹത്തെ പ്രശംസിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കൂടാതെ രാജകുമാരിയെ പോലെ ജീവിച്ച വൈഷ്ണവി തന്നെ എന്തിന് കിഡ്നാപ്പ് ചെയ്തു കൊന്നു എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ മരിച്ചു. ഇത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. മാറുന്ന വീഡിയോ ചേട്ടുവാതെ നിൽക്കട്ടാ. It's okay.